കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹലോ ഹലോ ഹലോ. ആ മള്ളി മള്ളി കേൾക്കാം മള്ളി. ഒരു സെക്കൻഡ് മള്ളി. സാർ എക്സ്ക്യൂസ് മീ, ഒരു കോൾ. ആ മള്ളി ഹലോ. ആ പറയടാ. മള്ളി കിടക്ക്. ഞാൻ ഗ്യാങ്സിന്റെ ഫ്രണ്ടില്. എല്ലാം മഴ ഗ്രൈൻഡിങ്ങിന് പോയിരിക്കുന്നു മള്ളി. നീ എവിടെ ഉണ്ട്? മള്ളി ഞാൻ ജോലി കയറി. എവിടെ? സിറ്റിയിൽ തന്നെ മൈനിങ് നടത്തുന്ന ഒരു കമ്പനി ഉണ്ട്. എന്റെ അടുത്തൊന്ന് വരുമോ? മള്ളി ഞാൻ അവിടെ ഡ്രൈവറായിട്ട് ഇരിക്കുന്നു. മള്ളി ഒരു വണ്ടി എടുത്തോണ്ട് ഒരു കാര്യം ചെയ്യും. ഞാൻ മള്ളിക്ക് ജോലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോലിയാ? മള്ളി ഗ്രൈൻഡിങ് ചെയ്യണ്ടേ? മള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ. 51 ഗ്രൈൻഡിങ്ങിന് പോയി. 1 മണിക്കൂർ 10 ലക്ഷം. ചന്ദ്രൻ ഗ്രൈൻഡിങ്ങിന് പോയി 1 മണിക്കൂർ 15 ലക്ഷം. ഞാൻ ഇപ്പൊ ഗ്രൈൻഡ് ചെയ്യുന്ന 1 മണിക്കൂർ 40 ലക്ഷം. മൊലാലിക്ക് 1 മണിക്കൂർ 1 കോടി. അതെങ്ങനെയാ? ഇതെന്തോ ഇങ്ങനെ ഭയങ്കര മണ്ടന്മാരെ 2 മൊലാലിമാരെ വേറെ കിട്ടി. എന്താ കേട്ടില്ല എന്തോ പറഞ്ഞു? മള്ളി സിറ്റിയിൽ മൈനിങ് ഉണ്ട്. ഗാൾഡ്, സിൽവർ മൈനിങ്. അതിന്റെ ഓണസിനെ കിട്ടി മള്ളി. ഓണസിനെയാ? ഞാനിപ്പോ എങ്ങോട്ടാ വരണ്ടേ? മള്ളി കാജി മള്ളി കണ്ട ഒരു നല്ലൊരു ഓഫീസ് വർക്കറായിട്ട് അതിൽ ഒരു പി ആയിട്ട് നിൽക്കാൻ കണക്കിന് ഒരു ഡ്രസ് ഇട്ടിട്ട് മള്ളി എന്നെ വിളിക്ക്, ഞാൻ വന്ന് പിടിക്കാം. ഓഫീസ് വർക്കറോ? മള്ളി ചന്ദ്രൻ എന്തിനാണ് പോയിരിക്കുന്നതെന്ന് അറിയാവോ? ഇത് വരാൻ സെപ്റ്റി ടാങ്ക് പോരാൻ. സെപ്റ്റി ടാങ്ക് പോരാൻ നല്ല ഡിമാൻഡ്. അത് മതിയോ അതിന് പോണോ? അതിന് വേണ്ട, അതിന് താല്പര്യമില്ല. അമ്പത്തൂര് ഇത് പോരുന്നു. ഗാർബേജ് ജോലിക്ക് പോകുന്നുണ്ട്. എടാ ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ? ഞാൻ വണ്ടി എടുത്ത് ഞാൻ പോയി ഡ്രസ് മാറ്റി തന്നാ മൊഴി ഡ്രസ് നല്ലൊരു ഡ്രസ് മള്ളി കണ്ടു കഴിഞ്ഞാൽ മള്ളി അതായത് മൊഴി ഒരു ഗുണ്ടയാണെന്ന് ഒരു തലവനാണെന്നൊന്നും തോന്നരുത്. നല്ലൊരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിന്നാ മതി. ബാക്കി ഞാൻ സെറ്റ് ചെയ്തുതരാം. എക്സിക്യൂട്ടീവ് വേണ്ട മള്ളി. ഒരു നല്ല ഇൻസെർട്ട് ചെയ്ത ഷർട്ടും ഒരു പാന്റും. ഞാൻ അവിടെ വരുമ്പോ മൊള്ളിന്ന് വിളിക്കൂലേട്ടാ, അവർക്ക് ഈഗോ ഓടിക്കും. ഞാൻ അണ്ണാനെ വിളിക്കൂലേ അവിടെ വരുമ്പോ? ബ്രദറാണെന്ന് പറയൂടെ? ഓക്കെ. ഈ ഫോൺ എന്തോ ബഗ്ഗാടാ. കണ്ട ഈ ഫോൺ, എനിക്ക് ഫോൺ മാറുന്നില്ല. ഇത് എന്തൊക്കെയാ വരുന്ന എന്റെ കയ്യില്? ഗരാജ് സുനിമോനാ? മോനാണോ? പുതിയ കീബോർഡ് വന്നപ്പോഴത്തേക്കിന് എനിക്ക് കൺഫ്യൂഷൻ ആയി. ഇതിന് ഭയങ്കര ഇത് കുറവാ. ടിക്കിയുടെ ബഗ്ഗല്ലടാ, അതായത് കീബോർഡിന്റെ. ഹലോ പറ്റിയോ ബ്രോ? വീണ്ടും എന്തെങ്കിലും പറ്റിയോ ബ്രോ? ചെറുതായിട്ട് ചോര കണ്ടില്ലേ, ഒന്നും പറ്റിയില്ല. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. അല്ല സഹോദര, കുറച്ച് പതുക്കെയൊക്കെ വണ്ടി ഓടിക്കുക. ഇവിടെ ആള് നിക്കുന്ന കണ്ടില്ല? ആളെ ഇടിച്ച് തെറിപ്പിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. അല്ല എന്നോടല്ല, പുള്ളിയോട് സോറി പറഞ്ഞാൽ മതി. പുള്ളിയുടെ പല്ല് 2 പോയി. പക്ഷെ പുള്ളി അവിടെ നിക്കണ പുള്ളി ഇവിടെ സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ ഇടിച്ചതിൽ അത്ഭുതമൊന്നും ഇല്ല. നിനക്ക് ഇപ്പോഴും അങ്ങേര് അവിടെ നിൽക്കുന്നതല്ലേ? അങ്ങേര് മുതുക്കിലെത്തി. അങ്ങനെ ഒരുത്തൻ അവന് ലോഡായിട്ടില്ല. ബൈക്ക് ക്ലോത്തിങ്. ബ്രോ എന്തെന്താ പരിപാടി? എന്താണ് പരിപാടി? ഞാനൊരു പരിപാടിക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുക. അപ്പം എനിക്ക് ചേരുന്ന ഞാനൊരു ഉടുപ്പ് മാറട്ടെ. എനിക്ക് ചേരുന്ന ഒരു ഉടുപ്പ് കാണുമ്പോ ഒന്ന് പറയണം കേട്ടോ. പറയാം. ഓക്കെ. കണ്ട ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തോന്നണം. ഫ്രണ്ടിൽ ആരാന്ന് മനസ്സിലായില്ലല്ലേ? ഇല്ല. സെക്യൂരിറ്റി. അയ്യോ, നീയായിരുന്നോ കഴിവേറി? എടാ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് റൂഡായിട്ടുള്ള മുതലാളിയാണ്. നല്ലൊരു ഡ്രസ്സ് പറയണം കേട്ടാ. നീ അവിടുന്ന് മാറിക്കും. നിന്റെ ചന്തിയാണ് എനിക്കിപ്പോ കാണുന്നത്.
ഓക്കെ, ഇത് മതി. ഇതിന്റെ എടാ ഈ ദേഹത്തുള്ള ഇത് പൊരിച്ചിലും ഇതെല്ലാം പോവാൻ എന്തോ മാറ്റണ്ടേ? ഹാൻഡ് 2 ഇട്. ഹാൻഡ് 2. അപ്പൊ ഇത് 15 ഇട്ടേക്കാനോ? ഹാൻഡ് പക്ഷെ ഇതിന് ചെറിയൊരു കുഴപ്പമുണ്ട്. പോത്തില്ല, വേറെ മാറ്റിയാലും പോത്തില്ല. ഇപ്പൊ മാറി സെറ്റായി. നിനക്ക് എന്തോ അറിയോ? ഇതൊക്കെ നമ്മള് 4-5 വർഷമായി. 4-5 വർഷം. ഞാനിപ്പോ പറഞ്ഞു. ഹലോ അമ്പു, നീ എത്ര നാളായി സിറ്റിയില്? സിറ്റിയിലായോണ്ടല്ലേ നീ ഇതിനകത്തുള്ളത്. നീ എവിടെ നിക്കണം പറ, ലൊക്കേഷൻ പറ. ഞാൻ മിക്കവാറും പണിയെടുക്കാൻ വേണ്ട 3 ദിവസത്തെ. എവിടെ നീ എന്ത് പണിക്ക് പോണേ? മൈനിങ്ങിന് 6 വർഷം. മള്ളി ഹലോ. ഓ എടാ കേക്കോ. കേക്കാം. മള്ളി എവിടെ ഉണ്ട്? എടാ അമ്പത്തൂര്, നിനക്ക് മൈനിങ് നടക്കുന്നതിന്റെ അവിടുത്തെ ഓഫീസ് അറിയാമോ? അറിയാം. ഏടാ എങ്കിൽ ആ ഓഫീസിലോട്ട് മൊല്ലി ഒന്ന് വിളിച്ചോണ്ട് വരുമോ? പോയ പ്രൈവറ്റ് ലിമിറ്റഡ് അതില്ലേ അവിടെ. എടാ ഞാൻ മറ്റേ നമ്മുടെ ടിവിയുടെ ഗ്യാങ്സിന് അടുത്ത ഡ്രസ് ഷോപ്പ്. എടാ ഒരു കണ്ണാടി കൂടെ വെച്ചാലോ? ഇത് ഞാൻ വെച്ചിരിക്കുന്ന പോലത്തെ കണ്ണാടി സെറ്റ് ആയിരിക്കും. ആട്ടെ. ഇത് വെൽഡിങ്ങുകാര് കണ്ണില് മറ്റേ തീപ്പൊരി വായിക്കാൻ വെക്കണ സാധനമില്ല ഇത്. അപ്പൊ തരക്കണ്ണ വെച്ചിരിക്കുന്നതാ. എടാ ഞാൻ ഒരു കാര്യം പറയാം. നമ്മള് ആമസോണിലൊക്കെ സാധനം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു മോഡൽ ഇങ്ങനെ ആ ഡ്രസ് ഇട്ടോണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഓരോ മോഡൽസ് ഓരോ ഡ്രസ്സുകൾ ഇട്ടോണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? അത് ഓർഡർ ചെയ്ത് വരുത്തി കഴിയുമ്പോ നമ്മൾ കണ്ണാടി നോക്കുമ്പം എന്തുവാ കാണുന്നേ? ആ മോഡലിനെ പോലാണോ? അല്ലല്ലോ. അല്ല, അതുപോലെയാണ്. സരക്ക് വെക്കുമ്പോ അത് കൊള്ളാം, നീ വെക്കുമ്പോ അത് വെൽഡിംഗ് ഗ്ലാസ് ആണ്. മനസ്സിലായേ? അവന്റെ അപ്പൊ എണ്ണം വെച്ചാല് ഞാൻ അതുകൊണ്ടല്ലേ വെക്കാത്തത്. ഓക്കെ, കറക്റ്റ് സ്ഥാനത്ത് വന്നിരിക്കുന്നു. ഗ്ലാസ്. ഹലോ ഹലോ ബ്രോ, മറ്റേ കാറ് വേണ്ടേ? അയ്യോ കാർ വേണം. പുറത്തോട്ട് വരുമോ? ഇതാ വരാം. ഞാൻ ഒരു കണ്ണാടി വെച്ചോട്ടെ. ഇതാ വരുന്നേ. അയ്യോ എന്നെ തൊട്ടി മാറ്റി എടാ സെക്യൂരിറ്റിയുടെ ഇവന്റെ സാധനം കല്ലറിയണം. എന്നെ കഴിവേറി പിന്നെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കണം. ഇവിടെ വെളിയിൽ ഉറങ്ങില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് മാറ്റിക്കോട്ടെ. ബൈ ക്ലോത്തിങ് ക്രോപ്സ് കാണത്തില്ല പുള്ളിക്കൊന്നും മാറിക്കണേ. അല്ല കുഴപ്പമില്ല. അവരവരിത് ചെയ്തോട്ടെ. എടാ കണ്ണാടി ഇതിനകത്ത് ഏതാ? എവിടെ ആയിരുന്നടാ? എന്നാ മറ്റേ ഹെഡ്സില് വേറൊരു സോക്കറ്റ് ഉണ്ട് അവിടെ. ക്രോപ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിനേക്ക് വാച്ച്, ഇയർ, ഗ്ലാസ്. അതെ. നമ്മുടെ ഗ്ലാസ് ഏതായിരുന്നു? മാരി ഗ്ലാസ് ആണോ? അത് അത് പോയി. മാരി ഗ്ലാസ് പോച്ചല്ലേ? നല്ല മയിര് ഗ്ലാസ്സുകളുള്ളൂ അതിനകത്ത്. അപ്പൊ പിന്നെ ഇവന്റെ വെൽഡിംഗ് ഗ്ലാസ് തന്നെ വെക്കാം, അതാണ് നല്ലത്. വേറെ ഗ്ലാസ് ഒന്നും ഇല്ല ഇതില്. ഇത് കണ്ടോ എല്ലാം. ഈ ചുവന്നുടുപ്പിട്ടത് നീയാണോ? നീ മാത്രമാണ് ഇപ്പൊ എനിക്കൊരു ഡിസ്റ്റർബൻസ്. ഒന്ന് മാറിക്കോ. അങ്ങനെ ഒരു ഞാൻ ഡിസ്റ്റർബൻസ് അല്ലല്ലേ? എടാ നീ ഞാൻ പറയട്ടെ, അവനിപ്പോ എനിക്ക് ഡ്രസ് മാറുമ്പോ ഡിസ്റ്റർബൻസ്. നീ എനിക്ക് സിറ്റി വന്നാലേ ഡിസ്റ്റർബൻസ് ആണ് എനിക്ക്. അതാണ് പ്രശ്നം. എടാ ഒന്നും മാറിക്കടാ, ഞാനൊന്ന് കണ്ടോട്ടാ. അവിടെ നീ അവിടെ വേറെ ഗ്ലാസ് ഒന്നും ഇല്ലടാ. ആകെ 35-36 ഗ്ലാസ് എന്തോ ഉള്ളു ഇതിനകത്ത്. ഏത് ഗ്ലാസ് വെക്കണം? കിട്ടും. ഇത് സെറ്റായിട്ട് ഇത് നന്നായിട്ട് തന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? താനച്ഛനാണ്. കോടികളൊന്നും വേണ്ട, ലക്ഷങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവനെ വേണ്ട. അയ്യോ. ഓക്കെ, എന്റെ കാർ കൊണ്ടുപോയി. എടുത്തോളൂ. ഹലോ പോയി. ബ്രോ ഒരു വണ്ടി തരുമോ? ഹലോ ഹലോ ബ്രോ, കേക്കാം. അതാ ഇപ്പൊ തരാം. ഞാൻ അങ്ങോട്ട് പോണേ. കേറിട്ട്
പുതപ്പിട്ട് മൂടി വെച്ചിരിക്കണം